എന്തായിരുന്നു കംപ്ലൈന്റ്? ഓ, അത് ഓയിലിന്റെ പ്രോബ്ലം ആയിരുന്നു. അതെ, ഓയിലിന്റെ ആണല്ലോ. അത് കാണാനുണ്ടല്ലോ. മുടി 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 കൊഴിച്ചിൽ സ്ട്രോങ് ആവുമ്പോ സൊല്യൂഷനും സ്ട്രോങ് ആയിരിക്കണം. ഇത് ധാത്രിയുടെ ഹെയർ ക്രീമാണ്. ഓരോ മുടിയിഴകൾക്കും പ്രൊട്ടക്ഷൻ നൽകും. അപ്പൊ വണ്ടി പോട്ടങ്ങട് വിട്ടോളി. പാർട്ട്ണറിംഗ് വിത്ത് ഷീ ടാക്സി. ധാത്രി ഹെയർ ക്രീം, കടുത്ത മുടി കൊഴിച്ചിലിന് സ്ട്രോങ് സൊല്യൂഷൻ, ഓരോ മുടിയിഴകൾക്കും പ്രൊട്ടക്ഷൻ. പരസ്യത്തിൽ വാഗ്ദാനം ചെയ്ത പോലെ മുടി വളർന്നില്ലെന്ന പരാതിയിൽ നടൻ അനൂപ് മേനോനെതിരെ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ നടപടി സ്വീകരിച്ചു. തൃശൂർ ഉപഭോക്തൃ തർക്ക പരിഹാര കോടതിയാണ് ഉൽപ്പന്നം പുറത്തിറക്കിയ ധാത്രി ഹെയർ ക്രീം കമ്പനിക്കെതിരെയും പരസ്യ അംബാസിഡർ ചലച്ചിത്ര നടൻ അനൂപ് മേനോനെതിരെയും നടപടിയെടുത്തത്. തൃശൂർ വൈലത്തൂർ സ്വദേശി ഫ്രാൻസിസ് വടക്കന്റെ പരാതിയിലാണ് കോടതിയുടെ ഈ നടപടി. ഇതായിരുന്നു ഫ്രാൻസിസ് വടക്കന്റെ പഴയകാല രൂപം. 45-ാം വയസ്സിൽ മുടി കൊഴിഞ്ഞു തുടങ്ങി. ഇപ്പോൾ 66 വയസ്സായി. നഷ്ടപ്പെട്ട മുടി വീണ്ടെടുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് വൈലത്തൂർ നായരങ്ങാടിയിൽ മൊബൈൽ ഷോപ്പ് നടത്തുന്ന ഫ്രാൻസിസ് 2012-ൽ ധാത്രിയുടെ ഉൽപ്പന്നം വാങ്ങിയത്. അപ്പോൾ കൊഴിഞ്ഞു പോയപ്പോൾ എനിക്ക് തോന്നി മുടി നഷ്ടപ്പെട്ടില്ലോ എന്നൊരു ബോധമുണ്ടായി. അപ്പോൾ ഈ പരസ്യം കണ്ടപ്പോൾ, അനൂപ് പരസ്യം കണ്ടപ്പോൾ ഇതൊന്ന് ഉപയോഗിച്ച് നോക്കാലോ എന്ന് തോന്നി. കാരണം ധാത്രിയാണ് 6 ആഴ്ച കൊണ്ട് മുടി വളരുമെന്നൊക്കെ പറഞ്ഞ പരസ്യം എന്നെ വളരെയധികം ശ്രദ്ധ പതിച്ചു. 2 മാസത്തോളം ധാത്രിയുടെ ഉൽപ്പന്നം ഉപയോഗിച്ചു. മുടി വളരുന്നുണ്ടോ എന്നറിയാൻ ഇടയ്ക്ക് കണ്ണാടി നോക്കുമായിരുന്നു. പക്ഷേ ഫലമുണ്ടായില്ല. ഉൽപ്പന്നങ്ങളെ പരസ്യം കാണുക, അതുമെടുത്ത് ഉപയോഗിക്കുക, ഭക്ഷണസാധനമാണെങ്കിൽ പോയി അത് ഉപയോഗിക്കുക, വലിച്ചെറിയുക എന്നുള്ള മാത്രമേ നമുക്ക് പരിചയമുള്ളൂ. എനിക്ക് തോന്നി അതല്ല, ഇതിന് പ്രതികരിക്കണം. പൈസ നഷ്ടപ്പെടുന്നതല്ല, നമ്മളവർ എന്താ പറയുക, കളിയൊക്കെ ചെയ്യുന്നത്. സുഹൃത്തുക്കളും കുടുംബാംഗങ്ങളും പരിഹസിച്ചതോടെ നിയമ നടപടിയിലേക്ക് നീങ്ങി. ഇതിൽ ഞാൻ ആദ്യമായിട്ട് കമ്പനിക്ക് നോട്ടീസ് അയക്കുക ചെയ്തത്. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വക്കീലിനെ അദ്ദേഹത്തെ കണ്ട് ഒരു നോട്ടീസ് അയച്ചു. നോട്ടീസിന് മറുപടി കിട്ടിയപ്പോൾ ഞാൻ അഡ്വക്കേറ്റ് AD ബെന്നിയെ പോയി കണ്ടു. ഉപഭോക്തൃ കോടതിയിൽ ഒരു സ്യൂട്ട് ഫയൽ ചെയ്യണമെന്ന് അദ്ദേഹത്തിനോട് പറഞ്ഞു. 8 വർഷം നീണ്ട നിയമ പോരാട്ടത്തിനിടയിൽ പരസ്യ അംബാസഡറും നടനുമായ അനൂപ് മേനോനെയും കണ്ടിരുന്നു. മറുപടി അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ പ്രൊഡക്റ്റ് കണ്ടിട്ടില്ല, ഞാനിത് ഉപയോഗിച്ചിട്ടില്ല, ഞാൻ ഇന്നും എൻ്റെ അമ്മ കാച്ചിത്തരുന്ന എണ്ണ ഉപയോഗിച്ചിട്ടാണ് എൻ്റെ തല ഈ നിലയ്ക്ക് നിലനിർത്തുന്നതെന്ന് അദ്ദേഹം പറഞ്ഞത്. അത് കേട്ടപ്പോൾ എനിക്ക് വിഷമമായി. കാരണം സ്വന്തം അനുഭവം പരസ്യത്തിൽ നിന്ന വ്യക്തി എൻ്റെ മുന്നിൽ വെച്ച് കോടതിയോട് പറയുമ്പോൾ ഉണ്ടാകുന്ന ഒരു അനുഭവം നിങ്ങൾ ചിന്തിക്കാമല്ലോ. ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം ബോധ്യമാകാതെ പരസ്യത്തിൽ അഭിനയിച്ചെന്നാണ് അനൂപ് മേനോനെതിരായ കുറ്റം. ഉൽപ്പന്നം വിറ്റ വൈലത്തൂരിലെ A1 മെഡിക്കൽസ് ഉടമയും ധാത്രി ആയുർവേദ പ്രൈവറ്റ് ലിമിറ്റഡും പിഴയടയ്ക്കണം. ഗുണനിലവാരമുള്ളതാണെന്ന് നമ്മൾ പറഞ്ഞൊരു പരസ്യം ചെയ്യണമെങ്കിൽ നമ്മൾ ആ ഉൽപ്പന്നത്തിൻ്റെ ഗുണനിലവാരത്തെക്കുറിച്ച് നമ്മൾ കൃത്യമായ രീതിയിലുള്ള ഒരു ബോധത്തോടു കൂടി വേണം നമ്മൾ അത് ചെയ്യാനായിട്ട്. അല്ലാതെ തെറ്റായ പരസ്യങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കുറ്റകരമായൊരു സംഗതിയാണെന്നാണ് കോടതി പറയേണ്ടത്. പരസ്യങ്ങളുടെ പിറകെ പോയി ചതിക്കുഴിയിൽ വീഴുന്നവരോട് സ്വന്തം അനുഭവത്തിൽ നിന്ന് ഫ്രാൻസിസിന് പറയാനുള്ളത് ഇതാണ്. ഈ ഉൽപ്പന്നങ്ങളുടെ നിലവാരം എന്താണെന്ന് നമുക്ക് ആർക്കും അറിയില്ല. അവർ പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നു. ഏത് ഉൽപ്പന്നം എടുത്താലും അവരുടെ വാക്കുകൾ നമ്മൾ വിശ്വസിക്കാം. ഏത് സിനിമ ആക്ടറായാലും ഏത് വലിയ ആളുകളായാലും ശരി, അത് ശരിയാണല്ലോ എന്ന് നമ്മൾ ചിന്തിക്കുന്നു. അത് ശരിയല്ല എന്നുള്ള ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോയത്. അത് ശരിയല്ല, അതിനെതിരെ നമ്മൾ പ്രതികരിക്കണം. താൻ നടത്തിയ നിയമ പോരാട്ടം പലർക്കും ഊർജ്ജമാകുമെന്നാണ് ഫ്രാൻസിസ് വടക്കന്റെ പ്രതീക്ഷ. മീഡിയ 1 തൃശൂർ.